ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മീനുകളിൽ ഒന്നാണ് കരിമീൻ. പക്ഷെ അത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളത് വാങ്ങാനായിട്ട് മടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അത് നന്നാക്കി കിട്ടുന്ന സ്ഥലത്ത് നിന്നും വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മീൻ വെട്ടാനായിട്ട് എത്ര അറിയില്ല എന്ന് പറഞ്ഞാലും കരിമീൻ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്നാൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പുകളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കരിമീൻ വെച്ചിട്ടുള്ള ഒരു കറി കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ആദ്യം തന്നെ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ടുള്ള കരിമീൻ വെച്ച് നല്ലൊരു പാൽക്കറി ഉണ്ടാക്കാം. കരിമീൻ പാൽക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കരിമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു 2 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ചെറിയുള്ളി, വേപ്പില, ഇഞ്ചി അരിഞ്ഞു വെച്ച എല്ലാം നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് അരച്ച് അതിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കണം. സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ നല്ല ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കരിമീൻ തേങ്ങാപ്പാൽക്കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ആ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് അങ്ങനെ തിളപ്പിച്ചെടുത്ത കുടംപുളിയാണത്. ആദ്യം തന്നെ നമ്മൾ കുടംപുളിയിൽ നിന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് വയ്ക്കാം. അങ്ങനെ തിളപ്പിച്ചെടുത്ത ആ ഒരു കുടംപുളി വെള്ളം നമ്മൾ ഈ ഒരു സവാള വാട്ടിയതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള പൊടി ഇതെല്ലാം വാട്ടിയെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീനൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 2/2 പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനിയൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. തേങ്ങാപ്പാലൊഴിച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 പാല് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 പാല് ഒരു 1/4 കപ്പ് ഉണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളക്കണം എന്നില്ല. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ കരിമീൻ തേങ്ങാപ്പാൽ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കരിമീൻ ചെത്തുന്ന വിധമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ആ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി ചെത്തിക്കൊടുക്കുക. നല്ല മൂർച്ചയുള്ള, നന്നായിട്ട് മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കാം. ആ മുള്ളുള്ള ഭാഗം മുറിച്ച് കളയുന്നതിന് മുമ്പായിട്ട് തന്നെ മൂർച്ചയുള്ള കത്തി ചെതുമ്പലിന് താഴെയായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ തന്നെ ചെതുമ്പൽ മുഴുവനായിട്ട് നമുക്ക് വെട്ടിക്കിട്ടുന്നതാണ്. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ ചെതുമ്പലിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ചെതുമ്പലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. മീൻ വെട്ടുന്നതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആ തല ഭാഗത്തുള്ള ആ നടുമുള്ള് ഒന്ന് കളയുക. അതിനുശേഷം ആ വിടർന്ന് നിൽക്കുന്ന മുള്ളുണ്ടല്ലോ, ആ മുള്ള് വെട്ടുന്നതിന് മുമ്പായിട്ട് ചെതുമ്പലിൻ്റെ താഴേക്ക് നല്ല മൂർച്ചയുള്ള കത്തി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വരണ്ടെടുക്കുക. നമ്മൾ സാധാരണ മറ്റു മീനുകൾ ചെതുമ്പൽ കളയുന്നത് പോലെയല്ല. കണ്ടോ, കൂട്ടമായിട്ട് നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെത്തുന്ന ഭാഗത്ത് അതിൻ്റെ സ്കിന്ന് കണ്ടോ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ചിലപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ചെതുമ്പൽ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ടോ ഒക്കെ കളഞ്ഞിട്ട് ഒരു കറുത്ത കളറിലായിരിക്കും നമുക്ക് കരിമീൻ കിട്ടുക. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് നല്ല തിളങ്ങുന്ന കരിമീൻ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും. വളരെ ഈസി ആയിട്ട്. കത്തിക്ക് കുറച്ച് മൂർച്ച വേണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിച്ച് വെട്ടുക. അരികിലുള്ള മുള്ളൊക്കെ നമുക്ക് അവസാനം സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രീതി തന്നെയാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ളതിൽ സംശയമില്ല. നിങ്ങളും ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ബാക്കിയുള്ള മുള്ളുകളൊക്കെ നന്നായിട്ട് വൃത്തിക്ക് വെട്ടിക്കളയാം. തലഭാഗം സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റി അതിനുള്ളിലുള്ള ചെകിള ഇതെല്ലാം നമുക്കത് വലിച്ച് കളയാം. നമ്മളിപ്പോൾ വാലൊഴിച്ച് ബാക്കി എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് കരിമീൻ കട്ട് ചെയ്ത് നോക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ കരിമീൻ വൃത്തിയാക്കിയെടുക്കുന്ന ആ ഒരു ടിപ്പ് കൂടി ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.